ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞു കേട്ടോ. സന്ധ്യ കഴിഞ്ഞു. നല്ല മഴയുടെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. ആകാശമൊക്കെ ഏകദേശം ഇരുണ്ട് കൂടിക്കൊണ്ടിരിക്കണതാണ്. നല്ല കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് പണി വിളക്കത്തിച്ചതിന് ശേഷമുള്ള പണിയാണ് ഇത്. കുറച്ച് മീൻ മുട്ട വാങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ ഒരു 10 ദിവസത്തോളം പച്ചക്കറി അങ്ങനെ നോമ്പ് പോലെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അത് ഇന്നിപ്പോൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് മീൻ മുട്ട കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് ഒരു തോരൻ പോലെ ചിക്കി പൊരിച്ചതോ തോരനോ എന്തെങ്കിലും പറയാട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യമേ തന്നെ അത് നന്നായി കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അതിൻ്റെ തൊലി മുകളിലുള്ള ആ പാട പോലത്തെ ഇതുണ്ടോ അത് കളയാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. പക്ഷെ അത് പൂർണ്ണമായിട്ട് പോണില്ല. എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ അത് കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിന് ഞാനൊരു ചെറിയ കത്തിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും വേഗം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ മീനിനൊക്കെ വൃത്തിയാക്കണമെന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഒരുപാട് ആ തൊലി നന്നായി കളയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവസാനം ഈ അവസ്ഥയിൽ നന്നായി വൃത്തിയാക്കി കഴുകിയ ശേഷം പോണ തൊലിയൊക്കെ ഞാൻ കളഞ്ഞു. ബാക്കി ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലിട്ട് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കിട്ടില്ല അതും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. ഒരു 2 ടീസ്പൂൺ വെള്ളവും ഞാൻ അതിൽ ചേർത്തു. എന്നിട്ട് അത് ഒന്ന് വേവിക്കാൻ വെച്ചു. കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. കാരണം മീൻമുട്ട വേഗം അടിക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് നോക്കി വേണം എടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു മിനിറ്റൊന്നും വയ്ക്കരുത്. അതിന് മുന്നേ തന്നെ ഒന്ന് എടുത്ത് ഇളക്കി നോക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയിലാവും. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും തുറന്ന് നോക്കിയും ഒക്കെ ഇരിക്കണതാണ്. അങ്ങനെ ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പതിയെ ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കി ഒരു പകുതി വേവിലാണ് ഇതെടുത്താൽ മതി. ബാക്കി പകുതി നമ്മൾ അത് തോരൻ പോലെ അല്ലെങ്കിൽ റോസ്റ്റോ തോരനോ ചിക്കിപ്പൊരിയോ എന്ത് വേണമെങ്കിലും പറയാം. ആ രീതിയിലാക്കണ സമയത്ത് ബാക്കി നമ്മളുടെ ആ മസാലകളൊക്കെ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഈ അവസ്ഥയിലാക്കി മൂടി വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ ഇതിന് വേണം. പിന്നെ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ കൊച്ചുള്ളി ആണ്. ഞാനൊരു 20 കൊച്ചുള്ളിയോളം എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തു. ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കറിവേപ്പില, ഒരു 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായപ്പോഴത്തേക്കും ഈ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതാണ് ഇട്ടത്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ കൂടുതലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് വഴറ്റണം. ചുവന്നുള്ളി എടുക്കുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. പണ്ട് ഞാൻ ഇതുപോലെ തന്നെ മീൻമുട്ട വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ മുഴുവനായിട്ട് വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിൽ മസാല പിടിക്കാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാനിപ്പോൾ ഒന്ന് ഹാഫ് കുക്ക്ഡാക്കി എടുത്തിട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും ഞാൻ അതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റി ഒരുവിധം ഒന്ന് കളറ് മാറി വരണം. എന്നാലേ നമ്മൾക്ക് അതൊരു ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. പിന്നെ അത് വഴറ്റാനായിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഏകദേശം നമുക്ക് ഈ അവസ്ഥയിൽ ഈ പരുവത്തിലെത്തി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കുരുമുളകും കുറച്ചുകൂടി മഞ്ഞൾ പൊടിയും
1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. കുരുമുളക് കുറച്ചും കൂടി ഇട്ടാൽ എരിവ് വേണ്ടവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇവിടെ സ്വതവേ എരിവ് കുറവ് മതി. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടി നിൽക്കും ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ച മീൻ മുട്ട എടുക്കുക. അത് നമ്മളിങ്ങനെ ചിക്കി ഒക്കെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ പകുതി വേവിച്ച ആ മീൻ മുട്ട നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ഇത് വേഗം അടിക്ക് പിടിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഇടക്കിടക്ക് തുറന്ന് നോക്കി അത് ഇങ്ങനെ ഉടച്ച് എടുക്കണം. ആ പാട നേരിയതായിട്ടുള്ളത് കൊണ്ട് അത് ഒന്ന് ഉടച്ചെടുക്കേണ്ടി വരും. ആ പാട ഫുള്ള് മാറ്റിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല തരിതരിയായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇടക്കിടക്ക് ഒന്നെടുത്ത് ഉടച്ചുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാനായിട്ട് നല്ല സാധ്യതയുള്ള സമയമായത്. ഗരം മസാലയൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല, കാരണം ഗരം മസാല ഇട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ല. ഇതൊരു നാച്ചുറൽ ടേസ്റ്റായിട്ടാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ കഞ്ഞിയുടെയൊക്കെ കൂടെ നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ചൂടോടുകൂടി വേണം കഴിക്കാനായിട്ട്, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ ഉടച്ച് അടിക്ക് പിടിക്കാണ്ട് എടുക്കണം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് സവാളയിൽ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ് പാകമാണ്. അത് ഒരു 3-4 മിനിറ്റൊക്കെ ഇതുപോലെ തന്നെ ഇടയ്ക്ക് തുറന്നും നോക്കി ഇതുപോലെ തന്നെ അടിക്ക് പിടിക്കാണ്ട് ആക്കിയാണ് എടുത്തത്. ഒരുവിധമൊക്കെ ഉടച്ചെടുത്തു, എന്നാലും കുറച്ച് ഉടയാണ്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമുക്ക് ഏകദേശം പാകമായി വെന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില നന്നായി ഞെരടിയിട്ട് ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം അടച്ച് വയ്ക്കുക. ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ചൂടോടുകൂടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് മീൻ മുട്ട കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ അത് ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും. ഞാൻ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഹസ്ബൻഡ് ചപ്പാത്തിയും ചില്ലി ചിക്കനും ഒക്കെ കൊണ്ടുവന്നത്. പിന്നെ ചേച്ചി കുറച്ച് മീൻ കറി, മീൻ വാഴയിലയിൽ പൊള്ളിച്ചത്, അതായത് തീരെ മെഴുക്കൊന്നും ഇല്ലാണ്ട് പൊള്ളിച്ചതാണ്. അങ്ങനെ ചപ്പാത്തിയും മീൻ വറുത്തതും ചില്ലി ചിക്കനും നമ്മളുടെ മീൻ മുട്ട തോരനും മീൻ കറിയൊക്കെ കൂട്ടി നമ്മളുടെ നോമ്പൊക്കെ മുറിച്ചു. അപ്പം നിങ്ങളിതുപോലെ മീൻ മുട്ട ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.